അങ്ങനെ ഓണം മൊത്തം തിരുവനന്തപുരത്താണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് അങ്ങോട്ട് നോക്കി. അത് സത്യം പറഞ്ഞാൽ എത്ര ഹൈറ്റിലാണെന്നറിയോ. അപ്പോൾ ഇത് ഡ്രോണാണ്, ഡ്രോൺ വെച്ചിട്ടുള്ള പരിപാടിയാണെന്നാണ് പയ്യന്മാരൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തുമാത്രം ഡ്രോൺ കാണും അല്ലേ, ഇത്രയും ഡ്രോൺ. അയ്യോ, 1000 ഡ്രോൺ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രോൺ ഷോ നടത്തിയതെന്നാണ് പറഞ്ഞത് കേട്ടോ. ഓണം കളറാക്കാൻ നമ്മുടെ തിരുവനന്തപുരം നഗരം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഡ്രോണിൻ്റെ ഒരു സൂപ്പർ ഷോ ആണ് ഇവിടെ നടക്കുന്നത്. നോക്കിയേ, ഇത് മൊത്തം ഡ്രോണാണ് കാണുന്നത്. നമ്മൾ വിചാരിക്കും ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണെന്ന്, പക്ഷെ അതല്ല, അത് ഫുള്ള് ഡ്രോൺ ആണെന്നാണ് പറയുന്നത്. നോക്കിയേ, ഇനി അടുത്ത് എന്താണ് വരുന്നതെന്ന് അറിയില്ല, നമുക്ക് നോക്കാം കേട്ടോ, വെയിറ്റ് ചെയ്യാം അടുത്ത് എന്താണ് വരുന്നത്. കണ്ടോ കണ്ടോ, ഡ്രോൺ മൂവ് ചെയ്യുന്നത് കണ്ടോ, കണ്ടോ മൂവ് ചെയ്യാണ്. അത് ഡ്രോൺ വേറൊരു പിക്ചറിലോട്ട് കൺവേർട്ട് ആവുകയാണ്. അപ്പോൾ അതാണ് സംഭവം. എന്തായാലും ഭയങ്കര പരിപാടിയായിപ്പോ കേട്ടോ. ആൾക്കാർ വളരെ ആകാംക്ഷയോടെ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. പുതിയൊരു വെറൈറ്റി പരിപാടിയാണ്. ഈ പുതിയ വെറൈറ്റി പരിപാടി ആയതുകൊണ്ട് ഇത് കാണാൻ വേണ്ടി എല്ലാവരും ഉണ്ട് കേട്ടോ. അത് ആ ഡ്രോണൊക്കെ താഴെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ലക്ഷങ്ങളുടെ പരിപാടിയാണ് സംഭവം. നമ്മുടെ തലസ്ഥാന നഗരം ലൈറ്റുകൾ കൊണ്ട് വർണ്ണവിസ്മയം തീർത്തിരിക്കുകയാണ്. ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത് കനകക്കുന്നിലാണ്. അങ്ങനെ ഞങ്ങൾ നേരെ കനകക്കുന്നിലോട്ട് പോയി. അവിടെ നിൽക്കടാ, ഒരു രക്ഷയില്ലാത്ത തിരക്കാണത്. ഇത് കണ്ട ആൾക്കാരുടെ തിരക്കൊക്കെ നോക്കി. നമുക്ക് ഇതിലെ രക്ഷപ്പെടാം. അയ്യോ, സുനാമി ഒന്നുമില്ലായിപ്പോയി. ജനങ്ങൾ വരുന്ന വരവെന്ന് പറഞ്ഞാൽ അതുപോലെ. നമ്മൾ വെളി ചാടിയിട്ടുണ്ട്. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. തിരുവനന്തപുരം നഗരസഭയാണ് ഈ കാണുന്നത്. നഗരസഭാ കാഴ്ചകൾ, നഗര കാഴ്ചകൾ. ആൾക്കാർ കമ്പി ഏതാ തൂണയാണെന്ന് അറിയാൻ വയ്യാതെ പൊക്കോണ്ടിരിക്കുക. ഭയങ്കരമായ തിരക്കാണ്. ഇത്രയും വലിയൊരു തിരക്ക് ഇരുമ്പോൾ ഉണ്ടായിട്ടില്ല കേട്ടോ. ഭയങ്കര, ഒരാളിന് സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത തിരക്കാണ്. തിരുവോണത്തിന് ഓണസദ്യയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും രാത്രി ഫാമിലിയായിട്ട് എത്തുന്നത് നിശാഗന്ധിയിലാണ്. ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത് കനകക്കുന്നിലാണ്. ഇത് കാണാനായി ഇന്ന് എത്തിയ ജനങ്ങൾക്ക് കണക്കില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ് ഇന്ന് കനകക്കുന്നിൽ അനുഭവപ്പെട്ടത്. പാസൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ഫ്രീ ആണ്. പക്ഷെ കണ്ടമാനം ജനമാണ്. ഈ സിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ജനമാണ്. അങ്ങനെ വല്ല വിധേനയും കനകക്കുന്നിൽ എത്തിപ്പെട്ടു കേട്ടോ. എവിടെ നോക്കിയാലും ആൾക്കാരൊക്കെ ഫോട്ടോസ് എടുക്കുന്നു, റീൽസ് എടുക്കുന്നു. അതിനു വേണ്ടി എല്ലാവരും ഇത് റീൽസ് എടുക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, മരത്തിലൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. പെറ്റ് ഷോ, അക്കോഷോ, സ്റ്റോളുകൾ, ഫുഡ് കോർട്ടുകൾ, പിന്നെ കുഞ്ഞുമക്കൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ദിവസേന നല്ല സ്റ്റേജ് പ്രോഗ്രാമുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാനായി ഫാമിലി ആയിട്ട് നേരെ കനകക്കുന്നിൽ പോയാൽ മതി. മറിക്കാൻ നോക്കട്ടെ. വിട്ടോളയല്ലേ ഓടിക്കളയും.